ഹലോ, ഹായ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? സുഖം തന്നെ. ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോണ. അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. ഉള്ളിവടക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി എന്നിവ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങൾ ഉള്ളിവടക്ക് ആവശ്യമായ സാധനങ്ങൾ സബോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, ഉള്ളിവടക്ക് ആവശ്യമായ സാധനങ്ങൾ കുരുമുളക്, പെരിഞ്ജീരകം, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, പിന്നെ സവാള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പിന്നെ കടല മാവ്, പിന്നെ വെള്ളം. ഇതെല്ലാം ഈ പാത്രത്തേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഞാൻ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കണം. കടലമാവ് കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാട്ടോ. മിക്സ് ചെയ്ത് എല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് എടുത്തിട്ട് പൊരിച്ചിട്ട് ഞാൻ കാണിക്കാം. കേട്ടോ, ഉള്ളിവടക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുന്നു. ആയി വരുന്നുണ്ട്. ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുള്ളതാണ് ഉള്ളിവട. പിന്നെ മുരിങ്ങടയില കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങടയില എല്ലാം നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. നമ്മൾ ഇനി കുക്കറിലേക്ക് പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ്, മുരിങ്ങടയിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് അതിൽ ഇട്ടു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു തക്കാളി അതിൽ മുറിച്ചിടണം. പിന്നെ അതിലേക്ക് കുറച്ച് സബോള അരിഞ്ഞതിടണം, കുറച്ച് ഇഞ്ചി അരിഞ്ഞതിടണം, ഒരു പച്ചമുളകും തുണ്ടം കറിവേപ്പിന് അതിലിടണം. ഇനി ഇട്ടിട്ട് കാണിച്ചു തരാം. അതും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി, സബോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല എല്ലാം ഇട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വന്നാൽ നമ്മൾക്കതിൽ മുരിങ്ങടയില ചേർക്കാം. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ അതിൽ ചേർക്കണം. അരമുറി തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒഴിക്കണം. നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കണം. തേങ്ങ അരച്ചത് ഒഴിക്കണം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നല്ല ഇങ്ങനെ പേസ്റ്റ് പോലെ അരയണ്ട, കുറച്ചൊരു ഇതിൽ അരഞ്ഞാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് മറിയണ്ട, വെറുതെ ഒന്ന് തള വരുമ്പോഴേക്കും ഇങ്ങനെ ഇറക്കിയാൽ മതി. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ടിട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ
ഇതിലേക്ക് ഒഴിക്കാം. പരിപ്പും മുരിങ്ങയുടെ ഇലക്കറിയും ശരിയായിട്ടുണ്ട്. പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെയാണ്: ഉള്ളിവട, ചായ, മുട്ട, വെള്ളം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.